മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ബഹുതാര ചിത്രം പെട്രോട്ട് ടീസർ നാളെ റിലീസ് ചെയ്യും. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ടീസർ നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് റിലീസ് ചെയ്യുക. മോഹൻലാലിനും മമ്മൂട്ടിക്കും പുറമെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ആന്റോ ജോസഫ് ഫിലിം കമ്പനി, കിച്ചപ്പു ഫിലിംസ് എന്നിവയുടെ ബാനറിൽ ആന്റോ ജോസഫ്, KG അനിൽകുമാർ എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്. ചിത്രം വിഷു റിലീസായി തിയേറ്ററുകളിലെത്തും. പ്രണവ് മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന DS ഈറയുടെ ട്രെയിലർ ഇറങ്ങി. പ്രമേയുഗം എന്ന ചിത്രത്തിന് ശേഷം സംവിധായകൻ രാഹുൽ സദാശിവൻ തിരക്കഥ രചിച്ച ചിത്രമാണിത്. ചക്രവർത്തി രാമചന്ദ്ര, S ശശികാന്ത് എന്നിവരാണ് നിർമ്മാതാക്കൾ. പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ചിത്രമായിരിക്കുമെന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത്. ആ കുട്ടിയുടെ കാര്യം നിനക്ക് തോന്നിയപ്പോഴേ പറയായിരുന്നില്ലേ? ചിലപ്പോൾ അത് രക്ഷപ്പെട്ടിരുന്നെങ്കിലോ? ആ കുടുംബത്തിന് എന്തോ ശാപമുണ്ട് സാറേ. ആകെ ഉണ്ടായിരുന്ന ആന്തരികം. വേറാരോടും പറഞ്ഞത് വിശ്വസിക്കും. ആരാണ് സംവിധായകനെന്നോ ആരാണ് അഭിനേതാക്കളെന്നോ സൂചനകളൊന്നുമില്ലാതെ പുതിയൊരു ചിത്രം വരുന്നു. ഓൺ ഡിമാൻഡ് പ്രൊഡക്ഷൻസ് റിലീസ് ചെയ്യാനിരിക്കുന്ന രണ്ടാമത്തെ ചിത്രമാണ് അവ്യക്തമായ പോസ്റ്ററോടെ വരവറിയിക്കുന്നത്. സിനിമയുടെ ടൈറ്റിൽ പോസ്റ്റർ ഒക്ടോബർ 6 പ്രകാശനം ചെയ്യും. രാവിലെ 11 പ്രകാശനം. ഷാമോഹൻ B പാറയിലാണ് സംവിധായകൻ. കടവിൽ ഓളം തഴുകണ കൽപ്പടവുകൾ കഥകളേറെ ചൊല്ലി എൻ്റെ ബാല്യമേറെ ചൊല്ലി ഇന്നൻ മാനസജാലക വീതിയിൽ ഉയരുമാ ഗോപുരം എൻ മിഴികളിലാണ് കലാലയം കളിയോരമെൻ കൂട്ടുകാർ. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി അന്ന് പെയ്തൊന്ന് ഒഴിഞ്ഞ മഴയിൽ എന്ന മലയാളം ആൽബം. തൃശൂർ പാടൂർ സ്വദേശി സഫ്വാനാണ് ആൽബം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഗാനം ആലപിച്ചിരിക്കുന്നതും വരികൾ എഴുതിയിരിക്കുന്നതും സഫ്വാൻ തന്നെയാണ്. ബാല്യകാലത്തിന്റെ സ്മരണകൾ ഉണർത്തുന്നതാണ് ആൽബം. സുജിത് S നായർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം അംഗം അട്ടഹാസത്തിന്റെ പുതിയ ഗാനം പുറത്തിറങ്ങി. ശ്രീകുമാർ വാസുദേവ് സംഗീതം നൽകിയിരിക്കുന്ന ഗാനം വിനീത് ശ്രീനിവാസനാണ് ആലപിച്ചിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോ, മാധവ് സുരേഷ്, സൈജു കുറുപ്പ്, സ്വാസിക എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. കുട്ടിനകത്തൊരു കുഞ്ഞില്ലേ, കുഞ്ഞിന് തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരയൂലേ. പണ്ടേ തൊട്ടേ പാടും പാട്ടിൻ കൂടെ ചേർന്ന് കളിക്കാലോ. ചന്നം പിന്നം ചാറും ചുള്ളൻ മഞ്ഞിൻ നീരു നനഞ്ഞാലോ. ചായം പത്തിത്താളം വെച്ച് നാടാടാട്. വിപിൻ ജോർജും ഷൈൻ ടോം ചാക്കോയും പ്രധാന വേഷങ്ങളിലെത്തുന്ന ശുക്രൻ എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി. കാൽപ്പനിക ഹാസ്യ ശ്രേണിയിലുള്ളതാണ് ചിത്രം. ഉബൈനിയാണ് സംവിധായകൻ. G സിനിമാസ്, SKG ഫിലിംസ്, നിൽ സിനിമാസ് എന്നീ ബാനറുകളിൽ ജീമോൻ ജോർജും ഷാജി K ജോർജുമാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. വിപിൻ ജോർജ്, ചന്തുനാഥ്, ഷൈൻ ടോം ചാക്കോ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ആദ്യ പ്രസാദാണ് നായിക. നയൻതാര പ്രധാന കഥാപാത്രമായി എത്തുന്ന ചിത്രം അന്നപൂർണി ദ ഗോഡസ് ഓഫ് ഫുഡ് OTTയിലെത്തി. ഡിസംബർ 1 തിയേറ്ററുകളിലെത്തിയ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ എത്തിയതോടെ വിവാദമാകുകയായിരുന്നു. മതവികാരം വ്രണപ്പെടുത്തുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് ചിത്രം നെറ്റ്ഫ്ലിക്സ് നീക്കം ചെയ്തിരുന്നു. ചില മാറ്റങ്ങളോടെയാണ് ചിത്രം വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നത്.
ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് വരുന്ന അന്നപൂർണി എന്ന പെൺകുട്ടി രാജ്യത്തെ മികച്ച പാചകക്കാരിയായി മാറാൻ ആഗ്രഹിക്കുന്നതാണ് ചിത്രം. ജയ്, സത്യരാജ്, അച്യുത് കുമാർ, KS രവികുമാർ, കാർത്തിക് കുമാർ, രേണുക സച്ചു എന്നിവരാണ് മറ്റു താരങ്ങൾ. രാക്ഷസൻ എന്ന സിനിമയ്ക്ക് ശേഷം വിഷ്ണു വിശാലിന്റെ പുതിയ ചിത്രമായ ആര്യന്റെ ടീസർ ഇറങ്ങി. വിഷ്ണു വിശാൽ പോലീസ് വേഷത്തിലെത്തുന്ന ചിത്രം ആവേശകരമായ കുറ്റാന്വേഷണ ശ്രേണിയിലാണുള്ളത്. പ്രവീൺ K തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം ഒക്ടോബർ 31 തിയേറ്ററുകളിലെത്തും. வருஷம் ஒருத்தன் இங்கே வாழ்ந்த மாதிரியா தெரியுது. நம்ம இதெல்லாம் அவன் பார்க்கணும்னு நினச்சானோ அது மட்டும்தான் இப்போ பார்த்துட்ருக்கோம்.